നിന്റെ വിദ്യാഭ്യാസമല്ല നിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്, നിന്റെ കഴിവല്ല നിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. നീ റിസീവ് ചെയ്യുന്ന റെവലേഷനാ നിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവരെ ഗെറ്റ് റെഡി, നീ തയ്യാറായിക്കോ. ദൈവത്തിന് നിന്നെ ഈ തലമുറയ്ക്ക് കൈമാറാനുള്ള ചില ജ്ഞാനം നിന്നെ ഏൽപ്പിക്കാനുണ്ട്. ലോക സൃഷ്ടിക്ക് മുമ്പായി നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ മർമ്മമത്രേ ഞങ്ങൾ ജ്ഞാനമായി പ്രസ്താവിക്കുന്നു. അപ്പൊ ഈ തലമുറയ്ക്ക് കൈമാറുന്ന ഒരു വെളിപ്പാടുണ്ട്. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പായി നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ മർമ്മമത്രേ. ആദ്യം ദൈവം ലോകത്തെ സൃഷ്ടിച്ചു. ലോകത്തെ സൃഷ്ടിച്ച ശേഷം ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചു. അതിനുശേഷം അവർ പാപം ചെയ്തു, തേജസ് നഷ്ടപ്പെടുത്തി. ഈ നഷ്ടപ്പെടുത്തിയ തേജസ്സിന്റെ പരിഹാരം എന്നൊരുക്കി. അപ്പൊ ആദ്യമേ എന്താ നടന്നത്? നീ ഒരു പ്രശ്നത്തിനകത്ത് അകപ്പെടുന്നതിന് മുമ്പേ അതിന്റെ പരിഹാരം ദൈവം ഒരുക്കി വെച്ച് കഴിഞ്ഞു. ഹല്ലേലൂയ. നിന്റെ പ്രോബ്ലം അല്ല വിഷയം, നിന്റെ വിഷയമല്ല വിഷയം, അതിന്റെ പരിഹാരം ദൈവം ഒരുക്കി കഴിഞ്ഞു. അവൻ എനിക്കായി കരുതുന്നാകിയാൽ എന്റെ സകല ചിന്താകുലവും ഞാൻ ഇന്ന് അവന്റെ മേൽ ഇട്ടിട്ട് ഞാൻ അങ്ങ് ഫ്രീ ആണ്. ഒരു പ്രോബ്ലം കാണിച്ച് എന്നെ തകർക്കാൻ കഴിയത്തില്ല. ഇതിന്റെ പരിഹാരം ദൈവം ഒരുക്കിയിട്ടാ എന്നെ വിളിച്ചത്. ഇന്ന് പകൽക്കാലം ചില കെട്ടുകൾ പൊട്ടിമാറി ചില സ്വതന്ത്രമാകുമ്പോൾ നിന്നെ നിരാശപ്പെടുത്തി നിന്നെ തളർത്തിക്കളയുന്ന ചില പ്രശ്നത്തിന്റെ ആൻസർ ദൈവം നേരത്തെ ഒരുക്കി കഴിഞ്ഞു.